അദ്ദേഹം വലതുപക്ഷത്തായിരുന്നല്ലോ, നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും വലതുപക്ഷത്തിലേക്ക് തിരിച്ചുപോയി. ആ തിരിച്ചുപോക്കിൻ്റെ ഭാഗമായി ആർക്കാണ് നഷ്ടമുണ്ടായത് എന്നുള്ളത് കാലം തെളിയിച്ചു കഴിഞ്ഞു. പാർട്ടിയാകെ ഒലിച്ചു കൊണ്ടുപോകും, പാർട്ടിയാകെ തകർന്ന് തരിപ്പണമാവും എന്നുള്ളതായിരുന്നല്ലോ കേരളത്തിലാകെ ഇയാൾ മറുഭാഗത്തേക്ക് പോകുന്ന സന്ദർഭത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ തേടി പടിഞ്ഞാറൻ ബംഗാൾ വരെ എത്തി എന്നുള്ളതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുകൊണ്ട് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നില്ലെങ്കിൽ പോലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇരുമുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ CPM ജില്ലാ സെക്രട്ടറി BP സുനിൽ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭഘട്ടത്തിലായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കുമോ അതോ സ്വന്തം ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിയായിരിക്കുമോ, അതിലേക്കൊരു തീരുമാനമായിട്ടുണ്ട്? അല്ല, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചർച്ചയും തീരുമാനങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പാർട്ടി മുന്നോട്ട് പോവുകയുള്ളൂ. ഈ പ്രവർത്തനങ്ങൾക്ക് ഏത് ഘട്ടത്തിലാണ്? ഇപ്പം ആദ്യഘട്ട പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ മുമ്പ് തന്നെ സ്വാഭാവികമായിട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നുള്ള ധാരണയോട് കൂടിയിട്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ കൂടെ നിന്നിരുന്ന ആളാണല്ലോ രാജിവെച്ച് വലതുപക്ഷവൽക്കരണത്തിലേക്ക് പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ആ അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടാവണം എന്നുള്ള ധാരണയോട് കൂടിയിട്ട് തന്നെ നമ്മൾ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റാവുന്ന ഒരു സംഘടനാ ധാരണയും പ്രവർത്തനവും ആ മണ്ഡലത്തിനകത്തുണ്ട് പാർട്ടിക്ക്. എല്ലാ തവണത്തെയും പോലെയല്ല, ഇത്തവണ PV അൻവർ വലതുപക്ഷത്ത് അല്ലെങ്കിൽ UDF-നൊപ്പമാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്ന ഒരു തീവ്രമായിട്ടുള്ള ഒരു ശ്രമം കൂടി അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തെ ബാധിക്കുകയോ അല്ലെങ്കിൽ ക്ഷീണം ചെയ്യുകയോ ചെയ്യുമെന്ന് കരുതുന്നു? അദ്ദേഹം വലതുപക്ഷത്തായിരുന്നല്ലോ, നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും വലതുപക്ഷത്തിലേക്ക് തിരിച്ചുപോയി. ആ തിരിച്ചുപോക്കിൻ്റെ ഭാഗമായി ആർക്കാണ് നഷ്ടമുണ്ടായത് എന്നുള്ളത് കാലം തെളിയിച്ചു കഴിഞ്ഞു. പാർട്ടിയാകെ ഒലിച്ചു കൊണ്ടുപോകും, പാർട്ടിയാകെ തകർന്ന് തരിപ്പണമാവും എന്നുള്ളതായിരുന്നല്ലോ കേരളത്തിലാകെ ഇയാൾ മറുഭാഗത്തേക്ക് പോകുന്ന സന്ദർഭത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ തേടി പടിഞ്ഞാറൻ ബംഗാൾ വരെ എത്തി എന്നുള്ളതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുകൊണ്ട് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല, ഏൽക്കുകയുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ പ്രസ്ഥാനത്തോടൊപ്പമാണ് അണിനിരക്കുന്നത്, അതല്ലാതെ വ്യക്തിയോടൊപ്പമില്ല. ആ മണ്ഡലത്തിനകത്തുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്ന് വരെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിനകത്ത് നടക്കാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഏതാണ്ട് 1600 കോടിയിലധികം പണം ചെലവഴിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 8 വർഷത്തിൻ്റെ ഉള്ളിൽ ആ മണ്ഡലത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്. നിരവധി പാലങ്ങൾ, റോഡുകൾ, ആരോഗ്യ സുരക്ഷാ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, അങ്ങനെ നിരവധിയാർന്ന വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. കവളപ്പാറ ദുരന്തം, അതിൻ്റെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അതിനോടൊപ്പം തന്നെ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത ഉണ്ടാക്കുന്നതാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ സംവിധാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടിനോട് വലിയ സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. അതാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് നിലമ്പൂരിലെയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായുള്ള മുന്നേറ്റം. ആ മുന്നേറ്റം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വിജയങ്ങളിൽ അൻവറിൻ്റെ സ്വാധീനവും കൂടി ഉണ്ടായിട്ടില്ലേ?
അല്ല, അതിൽ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടിത്തറയുള്ള ഒരു മണ്ഡലമാണത്. ഒരു ബേസിക് വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അത് നമ്മൾ സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ സഹയാത്രികരായിട്ടുള്ള ആളുകളെ, അൻവർ അല്ലെങ്കിൽ മറ്റൊരാൾ, അദ്ദേഹത്തെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ സ്വാധീനം ഇപ്പോഴും ആ മണ്ഡലത്തിനകത്തുണ്ട്. തുടർച്ചയായിട്ട് വിജയിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങളാണ്. ഒരു നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയുള്ള ബദൽ കാഴ്ചപ്പാടുകൾ, അതിൻ്റെ സ്വീകാര്യതയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് നിലമ്പൂരിൽ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടിത്തറയില്ലാത്ത പല മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിലമ്പൂരിൽ ഞങ്ങളുടെ അടിത്തറ വിപുലീകരിക്കപ്പെട്ടിരിക്കുകയാണ്, ജയിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുക. ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിജയം അൻവർ എഫക്റ്റ് അല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അൻവർ എഫക്റ്റ് അല്ല, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജയിച്ചതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനം, അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുത്തുള്ള പിണറായി വിജയന് ഉള്ള ഒരു വോട്ട് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ വിജയം എന്നുള്ളത് അദ്ദേഹം തന്നെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സാധ്യത LDFിൻ്റെ ഒരു സ്വന്തം സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും നിലമ്പൂരിൽ. അങ്ങനെ പറയാനാകില്ല. ഇപ്പം നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചിട്ടില്ല. അത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത ശേഷം പാർട്ടി സംസ്ഥാന കേന്ദ്രം ആലോചിച്ചിട്ട് അത് സ്വതന്ത്രം വേണോ, പാർട്ടിയുടെ ലീഡർഷിപ്പ് നാൾ വേണോ എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ നമ്മൾ തീരുമാനിക്കും. ആരായിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ LDF സജ്ജമായി, എല്ലാ തരത്തിലും സജ്ജമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് അൻവറായിരുന്നാലും മഴവിൽ സഖ്യമായിരുന്നാലും ആകെ ഉയർന്നു വരുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ ഒരു മതനിരപേക്ഷ അടിത്തറയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ശക്തമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിനെ നേരിടാൻ എല്ലാവിധത്തിലും LDF സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ PV അൻവർ UDFിൽ പോയതുകൊണ്ട് LDFിന് നഷ്ടമൊന്നുമില്ല, അത് PV അൻവറിന് തന്നെയാണ് നഷ്ടം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ജംഷീർ കുടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.